രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് യൂട്യൂബറെ പ്രതി ചേർത്തു. കേസിലെ 4ാം പ്രതി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പും ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഈ അതിജീവിതയെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കൽ അത് ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ല. ആരാണെങ്കിലും കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പല്ലേ ഇപ്പോഴുള്ള ഈ അറസ്റ്റുകളും ഈ കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതുമൊക്കെയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇനി രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലുള്ള നടപടികൾ അത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക? പറഞ്ഞതുപോലെ ശക്തമായി തന്നെ പോലീസ് നീക്കമാണ് സൈബർ ആക്രമണ കാര്യത്തിലുള്ളത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടും എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറാണ് അത് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും മിക്കവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇത്തരം കേസുകളിൽ സാധാരണ റിമാൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ ആ റിമാൻഡ് ചെയ്യാനുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യം അത് കോടതിക്കുണ്ടായി എന്നുള്ളതാണ്. കാരണം ആ വീഡിയോകളും അതുപോലെ തന്നെ ലാപ്ടോപ്പ് പരിശോധിച്ചതിൻ്റെ വിവരങ്ങളും കോടതി കണ്ടതിന് പിന്നാലെയാണ് അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കടുത്ത സൈബർ ആക്രമണമായിരുന്നു ഈ രാഹുൽ ഈശ്വർ നടത്തിയിരുന്നത്. രാഹുൽ ഈശ്വർ ഈ വീഡിയോകളിലും അതുപോലെ തന്നെ ചാനലുകളിലെല്ലാം ഈ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഉണ്ടായിരുന്നത് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒരു രാഹുൽ ഈശ്വർ ആണെങ്കിൽ മുൻകൂർ ജാമ്യത്തിലുള്ള നീക്കം തുടങ്ങി. ഇതെന്തോ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, ജയിലിൽ പട്ടിണി കിടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവസാന നിമിഷവും ഇന്നലെ ഇവിടെ നിന്ന് പോയത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പോലീസാണെങ്കിൽ അതിശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ടെക്നോ പാർക്കിലെ രാഹുൽ ഈശ്വറിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് സമാന്തരമായി പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പെൺകുട്ടിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. ഇന്നലെ ഒരു യൂട്യൂബറെ കേസിൽ പ്രതി ചേർത്തു. രാഹുൽ ഈശ്വർ മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട കുറ്റം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് കൂടിയായ സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടിയാണ് പല ആളുകൾക്കും ഇത് ഇന്ന ആളെയാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള പോസ്റ്റായി വരുന്നതും അത് പിന്നീട് വ്യാപകമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. മാത്രമല്ല, KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ പ്രവർത്തിക്കുന്നവർ തന്നെ അഡ്മിനുകളായ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യാനുള്ള ആഹ്വാനമുണ്ടായി എന്നുള്ളത് പോലീസിനെ ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സൈബർ ആക്രമണം നടത്തുന്ന ആളുകളെ കടുത്ത നിരീക്ഷണ വലയത്തിൽ ഏർപ്പാടാക്കിയിരിക്കുകയാണ് പോലീസ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഒരു അളവൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളായി പെൺകുട്ടിയെ പേര് പറഞ്ഞും ഫോട്ടോ ഇട്ടും അല്ലാതെയും അപമാനിക്കുന്ന എല്ലാവരും നിരീക്ഷണ വലയത്തിലാണ്. കടുത്ത നടപടിയിലേക്കാണ് പോലീസ് ഇത് സംബന്ധിച്ച് കടക്കുന്നത്. ശ്രുതി, കീർത്തന. ശരി, അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ കൂടുതൽ പേർക്കെതിരെ നടപടികൾ ഉണ്ടാവുകയാണ്, കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുകയാണ്. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.